കുമ്പള ആരിക്കാടി ദേശീയപാതയിലെ താൽക്കാലിക ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര. പ്രശ്നങ്ങൾ പഠിക്കാൻ നിതിൻ ഗഡ്കരി രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം ഹൈക്കോടതിയിൽ ജനകീയ കമ്മിറ്റിക്ക് അനുകൂല വിധി വരുമെന്ന് തിരിച്ചറിഞ്ഞാണ് ടോൾ ബൂത്ത് പൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായതെന്ന് AK മഷ്റഫ് MLA പറഞ്ഞു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. BJP നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LDF, UDF നേതാക്കൾ ഒരിക്കൽ പോലും സമീപിച്ചിട്ടില്ലെന്നും ഹർഷ് മൽഹോത്ര പറഞ്ഞു. BJP നേതാക്കളാണ് വിഷയം കൃത്യമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, നേതാക്കളായ K. സുരേന്ദ്രൻ, ML അശ്വിനി തുടങ്ങിയവരാണ് കൃത്യമായി ഇടപെട്ടതെന്നും ഹർഷ് മൽഹോത്ര വ്യക്തമാക്കി. नितिन गडकरी जी ने और मंत्रालय ने ये तय किया कि हम वो टेम्परेरी जो टोल प्लाजा लगाया गया है कासरगोड़ा डिस्ट्रिक्ट पर अरिकेडी पर, जो कि केवल पिछले टोल प्लाजा से जो कि 20 किलोमीटर दूर है, उसको समाप्त करने का निर्णय लिया है. और जब मैं आपसे बात कर रहा हूं तो अभी से अगले 5-6 घंटे के अंदर अंदर वो टोल प्लाजा पर टोल लेना बंद हो जाएगा. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും നടക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. NHAI ആദ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ലെങ്കിലും ജനരോക്ഷം ശക്തമായതിന് പിന്നാലെ ജനങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ പണമായി ടോൾ വാങ്ങുന്നത് നിർത്തലാക്കിയിരുന്നു. 2 ദിവസം മുൻപ് ഫാസ്ടാഗ് ഉപയോഗിച്ച് ടോൾ പിരിക്കുന്നതും നിർത്തലാക്കി. കുമ്പള ആരിക്കാടിയിലെ ഈ ടോൾ കോംപ്ലക്സ് വരും ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായും പൊളിച്ചു നീക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. 60 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസകൾ പാടില്ലെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട്. ഇത് നിലനിൽക്കെയാണ് തലപ്പാടിക്ക് പുറമെ കുമ്പള ആരിക്കാടിയിലും ടോൾ ബൂത്ത് സ്ഥാപിച്ചത്. ടോൾ പ്ലാസ നിലവിൽ വന്ന് പണം പിരിക്കൽ ആരംഭിച്ചതിന് പിന്നാലെ കനത്ത പ്രതിഷേധങ്ങളുമുണ്ടായിരുന്നു. പിന്നാലെ ജനുവരി മാസത്തിൽ ടോൾ പിരിവിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളും തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ടോൾ പിരിവ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. അതേസമയം ഈ വിഷയത്തെ സംബന്ധിച്ച് തങ്ങളുടെ അവകാശവാദങ്ങളുമായി AK മഷ്റഫ് MLAയും BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനിയും രംഗത്ത് വന്നിരുന്നു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും BJP ജില്ലാ നേതൃത്വവും കഴിഞ്ഞ മെയ് മാസം മുതൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമാണിതെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി പറഞ്ഞു. അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഇവിടെ ഇൻസ്റ്റലേഷൻ വേണ്ട എന്നുള്ള ശക്തമായിട്ടുള്ള ലെറ്റേഴ്സുകളും റിക്വസ്റ്റുകളും വീണ്ടും നമ്മൾ അതിന്റെ ഫോളോ അപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്നലെ നമുക്ക് കിട്ടിയ വാർത്ത ആണ് ഇവിടെ ടോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കി. പക്ഷേ ഇവിടെ BJP ഒന്നും ചെയ്തിട്ടില്ല. BJP മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു. BJP എവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിട്ട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അപ്പൊ BJPക്ക് അറിയാം എവിടെയാണ് സമരം ചെയ്യേണ്ടത്. കാര്യത്തിന് സമരം ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു. ചില കാര്യങ്ങളിൽ നമുക്ക് സമരം ചെയ്യുന്ന ആവശ്യമില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പോയിട്ടായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് BJP അറിയാം. ബിക്കോസ് BJP കഴിഞ്ഞ 11 കൊല്ലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരും ഭാരതം ഒരു നവഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് AK മഷ്റഫ് പ്രവർത്തിക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി നടത്തിയത് നാടകമാണെന്നും അവർ ആരോപിച്ചു. സോ ഈ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓരോ ജനങ്ങൾക്ക്, ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങളെ നമ്മൾ ഒരാളെയും പോലും വേലിൽ നിർത്താണ്ട്, അടിക്കൊള്ളിക്കാണ്ട്, കേസ് വരുത്താണ്ട് നമ്മൾ ഈ ടോളിനെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. AK മഷ്റഫ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് MLA ആയിട്ട് ഒരു ഡെവലപ്മെന്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്ത് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്, ഒട്ടം പൂജ്യമാണ്. അപ്പൊ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവർക്ക് വേലത്തിൽ നിപ്പിച്ചുകൊണ്ട് ലാഠി ചാർജും കിട്ടി, കേസും കിട്ടി. ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം കളഞ്ഞിട്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു MLA ആണ് AK മഷ്റഫ്. AK മഷ്റഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ വിജയമാണിതെന്നാണ് UDFും LDFും അവകാശപ്പെടുന്നത്. ടോൾ പിരിവിനെതിരെ സമരസമിതി ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി ഈ മാസം 11 പരിഗണിക്കാനിരിക്കെ വിധി തിരിച്ചടിയാകുമെന്ന് ഉറപ്പായപ്പോഴാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയതെന്ന് AK മഷ്റഫ് MLA പറഞ്ഞു. സമരത്തിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയതാണെന്നും ടോൾ ബൂത്ത് പൂട്ടാനുള്ള തീരുമാനം ജനകീയ പ്രക്ഷോഭത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ അവകാശവാദവുമായി എത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയും. ഫേസ്ബുക്കിലെ അവകാശവാദം വിശ്വസിക്കാൻ ജനങ്ങൾ വിഡ്ഢികളല്ല. സമരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിന് അതീതമായി LDF-ഉം UDF-ഉം കൈകോർത്ത് പിടിച്ച് കാസർഗോഡിന്റെ ഓർമ്മകളിൽ ജില്ല പിറവിക്ക് ശേഷം ഏറ്റവും ഭീകരമായ അന്യായമായ ഒരു ടോളിനെതിരെ നടത്തിയ ഒരു സമരമാണ് വിജയം കണ്ടിരിക്കുന്നത്. ഈ വിജയം ആരുടേതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പലർക്കും ഫേസ്ബുക്കിൽ വന്ന് അവകാശവാദം ഉന്നയിക്കാം. ഇപ്പൊ പലരും പത്രസമ്മേളനം നടത്തി ഞങ്ങൾ റദ്ദ് ചെയ്തു എന്ന് പറയാം. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഈ കേസിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും BJP-ക്കാരുണ്ടോ? ഈ സമരമുഖത്ത് ഏതെങ്കിലും BJP-ന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഈ സമരമുഖത്ത് BJP-ന്റെ പങ്കാളിത്തം ഉണ്ടോ? ആദ്യത്തെ മിനിറ്റ്സിൽ ഒപ്പുവെച്ച BJP-ക്കാർ എന്ത് പിന്നെ ഈ സമരമുഖത്ത് നിന്ന് പിന്മാറിയത്? കാസർഗോഡ് ജില്ലയിലെ ഫുഡ് ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അണ്ടർപാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സമരങ്ങളിൽ BJP-ക്കാരും എല്ലാവരും ഒന്നിച്ചും സമരം നടത്തിയിട്ടില്ലേ? ഞങ്ങളൊരു കാര്യം കൃത്യമായി പറയുന്നത്, ഞങ്ങളുടെ സമരത്തിന്റെ നീതിപീഠത്തിൽ നിന്നൊരു വിധി പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് മുട്ടുമടക്കേണ്ട വന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് മുട്ടുമടക്കേണ്ട വന്നു. ഇത് കാസർകോട്ടെയും മഞ്ചേശ്വരത്തെയും ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ജനകീയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ റദ്ദാക്കലിലൂടെ കാസർഗോഡ് ലഭിച്ച സന്തോഷ വാർത്ത. നേരത്തെ ആരിക്കാടിയിൽ നേരിട്ട് ടോൾ പിരിക്കാനുള്ള അധികൃതരുടെ ശ്രമം സമരസമിതി തടഞ്ഞത് വലിയ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. ഇതേ തുടർന്ന് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും 500ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ടോൾ പ്ലാസയ്ക്ക് കേടുപാട് വരുത്തിയെന്ന പരാതിയിൽ 300 പേർ അറസ്റ്റിലായിരുന്നു. നിലവിൽ ഫാസ്ടാഗ് വഴി ഈടാക്കിയിരുന്ന ടോൾ പിരിവാണ് നിർത്തലാക്കുന്നത്. ഇതോടെ ഇനി യാത്രക്കാർ തലപ്പാടിയിൽ മാത്രം ടോൾ നൽകിയാൽ മതിയാകും. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസകരമാണ് ഈ നടപടി. ന്യൂസ് ബ്യൂറോ, ഉപ്പള.